ആലിസേ, നീ പത്രം വായിച്ചോടി? ഇടി ഇവിടെ മൊത്തം കള്ളന്മാരാ. ഇന്നലെ നമ്മുടെ പ്രദേശത്തുണ്ടല്ലോ 9 വീട്ടിലാ കള്ളന്മാര് കേറിയത്. എങ്ങനെ കേറാതിരിക്കും? അപ്പുറത്ത് താമസിക്കുന്ന മഹാനെ പോലത്തെ പോലീസുകാരല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. കള്ളം കേറിയില്ലേ അത്ഭുതമുള്ളൂ. ഇടി സത്യപാലൻ സാർ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കും. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ മലമറിക്കും. എന്റെ ഇച്ഛായ അങ്ങേർക്ക് ഈ കാണുന്ന വണ്ണോ പൊക്കമൊക്കെ ഉള്ളു, അല്ലാതെ ഒരു കള്ളനെ പിടിക്കാനുള്ള കഴിവൊന്നും അങ്ങേർക്കില്ല. ഇനി അങ്ങേർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങേരുടെ ഭാര്യനെ വരെ നിർത്തിയേനെ. അത് ചെയ്യാത്ത ആൾക്ക് ഇതൊട്ടും ചെയ്യാൻ പോകും. ഞാൻ പറയുന്നത് എന്താണ്, നീ പറയുന്നത് എന്താണ്? ഞാൻ കള്ളനെ കുറിച്ച് പറയുന്നു, നീ ഉണ്ണിയാർച്ചയെ കുറിച്ച് പറയുന്നു. എന്നാടി ഇത്? കണ്ടോ അവളെ പറ്റി പറഞ്ഞപ്പോ ഇച്ചാനങ്ങ് നൊന്ത്. എങ്ങനെ നോവാതിരിക്കും? അവള് വലിയ സംഭവമാണ്, അവൾ ഈ പഞ്ചായത്തിനെ എടുത്ത് കമഴ്ത്തി വെക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. ഇപ്പൊ അവളുടെ വാർഡിലല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത്. എന്നിട്ട് ആ കള്ളനെ പിടിക്കാൻ അവൾക്ക് സാധിച്ച? പഞ്ചായത്ത് മെമ്പർ അല്ല കള്ളനെ പിടിക്കുന്നത്. ആണോ? എന്നാലും തോറ്റു തരരുത് കേട്ടാ. തോൽവിയും ചെയ്യാൻ തോന്നുന്നു. അവളുടെ ഭർത്താവല്ലേ ഈ SI. ഇനി കള്ളനെ പിടിക്കുന്നത് പോലീസിന്റെ ഡ്യൂട്ടി അല്ല എന്ന് പറയുമോ? എടി, പോലീസ് ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിച്ച് കള്ളനെ പിടിച്ചോളൂ. പിടിക്കട്ടെ. കള്ളനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് വീട്ടിലായാലും കള്ളന്മാര് കയറും, അവർക്ക് പറ്റിയ സാധനങ്ങൾ അവർ എടുത്തോണ്ട് പോവുകയും ചെയ്യും. അതിന് ഇന്ന വീടൊന്നും ഇല്ല. ഇങ്ങോട്ടെങ്ങാനും ആ കള്ളം വരട്ടെ, അവന്റെ അവസാനത്തെ മോഷണമായിരിക്കും ഇവിടുത്തെ. കാണിച്ചു കൊടുക്ക, ഈ ആലിസാരാന്ന് അവൻ അറിയത്തില്ല. കള്ളന്മാര് വരുന്നത് മോഷ്ടിക്കാനാ. അവർക്ക് സൗകര്യത്തിന് സാധനം കിട്ടി അവരെടുത്തോണ്ട് പോകും. ആരെങ്കിലും അവരെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ തോപ്പിക്കാൻ കള്ളന് പറ്റൂല തർക്കത്തില്. പക്ഷെ കള്ളന്മാര് വരുന്നത് തർക്കിക്കാനല്ലല്ലോ. എന്റെ ഇച്ചായ, അത്യാവശ്യം ഒരു കള്ളനെ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യവും കഴിവൊക്കെ എനിക്കുണ്ട്. ഇച്ചായനെ എന്നെ പറ്റി അറിയാഞ്ഞിട്ടാ. തൽക്കാലം ആ കഴിവൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഈ കള്ളം വരുന്നതിന് മുന്നേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുത്ത് പുറത്തു വെക്കാതിരിക്കുക. നമ്മുടെ വീട് കുറ്റിയിട്ട് സുരക്ഷിതമായിട്ട് ഇരുത്തുക. നീ പകല് മുഴുവൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കുന്നത്. ഈ കള്ളന്മാർ വരുമ്പോൾ നീ അറിയത്തുമില്ല. അവരെന്തെങ്കിലും എടുത്തോണ്ട് പോയാൽ നീ ഒട്ടും അത് ശ്രദ്ധിക്കത്തുമില്ല. എന്റെ പൊന്നിച്ചായ, എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കാന്ന് വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ പൊന്നുമോള് വാതിൽ തുറന്നിട്ട് അകത്ത് കിടന്ന് ഉറങ്ങരുത്. വാതിൽ കുറ്റിയിട്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട്. നീ ഉറങ്ങിയാലുണ്ടല്ലോ ആന വന്ന് കുത്തിയാലും അറിയത്തില്ല. ഈ കള്ളന്മാർ വന്ന് പൊക്കി എടുത്തോണ്ട് പോയാലും നീ ഇതൊന്നും ഈ ലോകത്തേ ആയിരിക്കത്തില്ല. പിന്നെ ഒരു സമാധാനമുണ്ട്. കള്ളന്മാർ അങ്ങനെ നിന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്ന് സംസ്ഥാപരാധം പറയും. അയ്യടാ, നല്ല പുളിച്ച കോമഡി അല്ല മോളെ. ആണോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനു മുന്നേ ഈ ആലീസ് കള്ളന്മാരെ ഹാൻഡിൽ ചെയ്ത കഥ ഇച്ചാൻ അറിയാഞ്ഞിട്ടാ. പറയാനേ എനിക്ക് മനസ്സില്ല. എന്നെ മക്കള് പറയുന്നു. എന്തു പറ്റിയേട്ടാ? ഇല്ല, ഞാൻ എത്തിക്കോളാം. എന്തൊക്കെയാ കേൾക്കുന്നേ? 9 വീടുകളിൽ ഈ ഭാഗത്തുള്ള കള്ളന്മാർക്ക് ഇതുവല്ലോ നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ കൊള്ളാം, അല്ലാതെ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും വന്ന് സൂക്ഷിക്കും. ശരി ചേട്ടാ, ഞാൻ വിളിക്കാം. ഉമ്മറത്തോണ്ട് ഫോണും കൊണ്ട് വെച്ചിട്ട് കൈതപ്പൂവിൻ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ടു കണ്ടില്ല. എന്റെ ഫോൺ എന്തേടി? അവിടെ എവിടെങ്കിലും കാണും. അവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാ ഈ എവിടെയെങ്കിലും കാണും. എന്റെ ഫോൺ ഇപ്പൊ കിട്ടിയിട്ട് ഇച്ചാനെന്തിനാ? ആലിസ, നിന്നോട് ഞാൻ പറഞ്ഞു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? നിന്റെ സാധനങ്ങളൊക്കെ നീ നോക്കിക്കോളാം അല്ലേ? എന്റെ സാധനങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കുന്നുണ്ട്. ഈ ഫോൺ എവിടെയിരുന്ന് കിട്ടിയെന്നറിയാം? എവിടെയായിരുന്നേന്ന് പറ. എവിടെയിരുന്നത്? വരാന്തയിലെ ഫിഷ് ടാങ്കിന്റെ അടുത്ത്. ഞാൻ മീനിന് തീറ്റ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് മറന്നുപോയതാ. എടി, കള്ളന്മാരുണ്ട്, സാധനങ്ങൾ അടിച്ചോണ്ട് പോകുന്ന ഞാൻ പറഞ്ഞ നാം വായിക്കാത്തിട്ടില്ല. അപ്പോഴേക്കും നീ വരാന്തയെ കൊണ്ട് വെച്ചല്ലേ ഫോൺ. ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഈ പട്ടാപ്പകൽ എവിടെ കള്ളന്മാര് വരാനാ? പട്ടാപ്പകൽ എന്താ എടുത്തോണ്ട് പോയാൽ ആരെങ്കിലും അടിക്കുവോ? ഇതുവഴി ഏതെങ്കിലും ഒരു കള്ളം നടന്നു പോകുന്നു, അയാൾ ഒന്ന് എത്തിച്ചു നോക്കുന്നു മതിലിന്റെ അവിടെ നിന്ന്. അപ്പോഴേക്കും ഈ ഫോണ് ആ ഫിഷ് ടാങ്കിന്റെ അടുത്തിരിക്കുന്നു. അയാള് കാതോർക്കുമ്പോഴേക്കും അകത്ത് സംസാരം കേൾക്കുന്നു. ഈ കള്ളന് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള വീടാണെന്ന് അറിയാമെങ്കിലേ ഗേറ്റിന്റെ അവിടെ നിന്ന് 2 സ്റ്റെപ്പ് വെച്ചാൽ മതി ഈ ഫോൺ എടുത്തോണ്ട് അയാൾക്ക് പോവാം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ എതിർവശത്ത് ആരും ആണോ? ഒരാൾ അതുവഴി നടന്നു പോകുന്നു, അപ്പൊ ഇങ്ങോട്ട് നോക്കുന്നു, 2 സ്റ്റെപ്പ് വെച്ച് അകത്ത് വന്ന് അവർക്ക് ആ ഫിഷ് ടാങ്ക് പൊക്കിക്കൊണ്ട് പോവാലോ. അപ്പോഴോ
നീ ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞ് ജയിക്കാനായിട്ട് എന്തിനാണ് ഈ ശ്രമിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോയാൽ പോയത് തന്നെയാണ്. ഈ സാധനത്തിന്റെയൊക്കെ വില നിനക്ക് എന്തെന്ന് അറിയാമോ? ഇനി ഈ പൈസയുടെ വില അറിയണം, എന്നാലേ ഇതിന്റെയൊക്കെ വില നിനക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് ഇച്ചായന്റെ പ്രശ്നം. ഇച്ചായന്റെ കയ്യിലെ കാശ് മുടക്കി വാങ്ങിച്ചതാണ് ഈ ഫോൺ. അതാണ് ഇച്ചായന്റെ പ്രശ്നം. അതാണ് ഇച്ചായൻ ഇത്രയും ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇച്ചായൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ആലിസേ, ഈ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നീ എന്തോരം കിടന്ന് ബഹളം വെച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഒരു ദിവസം വന്ന് പറഞ്ഞു എന്റെ ഫോൺ തകരാറായെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന്. അപ്പൊ നിനക്ക് പറ്റില്ല, നിനക്ക് പുതിയ ഫോൺ കൂടിയേ തീരുള്ളൂ. അങ്ങനെ മേടിച്ചതല്ലേ ഇത്? ഇതിന്റെ വില എന്താണെന്ന് നിനക്ക് അറിയണ്ടേ? ഇത് എന്തോരം പാടുപെട്ടിട്ടാണ് ഞാൻ നിനക്ക് വാങ്ങിച്ചതെന്ന് നീ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴാണ് എനിക്ക് ഇച്ചായന്റെ ഉദ്ദേശം മനസ്സിലായത്. കള്ളന്മാരല്ല ഇച്ചായന്റെ പ്രശ്നം. ഇച്ചായന്റെ കാശ് മുടക്കി വാങ്ങിച്ചതാണ് ഫോണെന്ന് എല്ലാരെയും അറിയിക്കണം. ഈ ഫോൺ എന്ത് വാങ്ങിച്ചോ അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ. ഈ ഫോണിന് എത്ര വിലയെന്നറിയോ? ഇതാ ഈ ഫോണിന് എത്ര വിലയെന്ന് വെച്ചാ ഞാൻ അങ്ങ് തന്ന പ്രശ്നം തീരുമല്ലോ. പിന്നെ എനിക്ക് ഈ പഴി കേൾക്കണ്ടല്ലോ. എത്ര രൂപ പറ? എന്തിനാ പറ, അങ്ങ് തന്നേക്കാം. അന്ന് എന്റെ അപ്പച്ചനോട് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ പൈസ ഇട്ട് തരും. നീ അപ്പച്ചനെ വിളിക്കാൻ പോവാ? വിളിച്ചു പറ. എനിക്ക് മാത്രമല്ല നാണക്കേട് നിനക്കുവാ. ആ നാണക്കേട് ഞാൻ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ അപ്പച്ച, എവിടെയാ? അപ്പച്ച, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണേ. പിന്നെ അപ്പച്ച, എന്റെ കയ്യില് ഫോൺ കേടായില്ലായിരുന്ന? ഒരു മിനിറ്റ് അപ്പച്ച. അപ്പച്ച, എന്റെ കയ്യില് ഫോൺ കേടായില്ലായിരുന്ന? അപ്പൊ ഇച്ചായൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടാ. ഇപ്പൊ ഇച്ചായൻ പറയുവാണേ ഞാൻ വാങ്ങിച്ചതിനേലും പൈസ കുറവാ ഇപ്പൊ ഈ ഫോണിനെന്ന്. അങ്ങനെയൊക്കെ വരുവോ അപ്പച്ച? അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ശരി എന്നാ. അപ്പൊ എന്നെ പേടിയുണ്ട്. ഞാൻ സ്നേഹം കൊണ്ട് നീ നാണം കിടണ്ടല്ലോ എന്ന് ചോദിച്ചു പിടിച്ചതല്ലേ? എന്തോ അതെ. ഇനി എന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ വഴക്കുറയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്താ ഞാൻ അപ്പൊ തന്നെ അപ്പച്ചനെ ഒരൊറ്റ കോൾ ചെയ്യും കേട്ടോ. പിന്നെ തേക്കും കാട്ടിൽ പത്രോസാര് ഗുണ്ടയാ? നീ വിളിച്ചു പറഞ്ഞ എനിക്ക് ഉണ്ടയാണടി. ശങ്കരൻകുട്ടി, അതെയോ? ഇതിനാണ് പറയുന്നത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നുള്ളത്. സത്യപാല സാർ ഇവിടെ ഇല്ലല്ലോ. പുള്ളി ലീവ് എടുത്ത് വീട്ടിൽ പോയേക്കുമല്ലേ. പുള്ളിയുടെ അച്ഛനെന്തോ സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട്. ശരിടാ, ഇന്നലെ ഇതുപോലെ തന്നെ സംഭവിച്ചെന്ന് ആ പുത്തപ്പുറക്കിലെ രാജീവിന്റെ വീട്ടില്. ശരി ഞാൻ വിളിക്കാം. എന്റെ സുമിത്രയെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നറിയോ? എന്ത്? മുഴുവൻ കള്ളന്മാരുടെ ശല്യമാ. കള്ളന്മാരോ? ഇന്നലത്തല്ല കള്ളം കയറി. ആരുടെ വീട്ടിലാന്ന് പറഞ്ഞാ നീ ഞെട്ടും. നമ്മുടെ സ്റ്റേഷനിലെ CPO പൂക്കുഞ്ഞില്ലേ, പുള്ളിയുടെ വീട്ടില്. വന്ന് പോലീസുകാരെ പോലും കള്ളന്മാർക്ക് പേടിയില്ലാതായി. ഈ മിനിഞ്ഞാന്ന് തന്നെ നമ്മുടെ ആ പുത്തമ്പുറക്കിലെ രാജീവിന്റെ വീട്ടിൽ നിന്ന് 12 പവന്റെ സ്വർണവും 2000 രൂപ പോയെന്നാ പറഞ്ഞ കേട്ടെ. ഇന്നിപ്പോ പൂക്കുഞ്ഞു സാറിന്റെ വീട്ടിൽ നിന്ന് എത്ര പവൻ പോയി കാണുമോ? അല്ല, പുള്ളിയുടെ വീട്ടിൽ എന്നാ പോകാനിരിക്കുന്നു? പുള്ളി ഒരു പ്രാരാബ്ധക്കാരനാ. ഈ സത്യവാലൻ സാറൊക്കെ എന്നെ എടുക്കുക. ഈ പുള്ളി കുറച്ച് നാളായിട്ട് ലീവായിട്ട് നാട്ടിലാണെന്ന്. അല്ല, പുള്ളി ഇവിടെ ഉണ്ട്, ഏതാണ്ട് മല മറിക്കും. എവിടെയെങ്കിലും മോഷണം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്നേരം വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ള വീട്ടിലുണ്ടോന്ന് അറിയാൻ വേണ്ടി പുള്ളി പാഞ്ഞു വരും ഇവിടെ. പിന്നെ നിന്റെ സ്വർണ്ണം എന്നാന്ന് വെച്ചാൽ നീയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോണം. അവസാനം സ്വർണ്ണം അവിടെ കള്ളന്മാർ എടുത്തോണ്ട് പോയിട്ട് സ്വർണ്ണം മേടിച്ചു തരാൻ പറഞ്ഞാൽ എന്നോട് വന്ന് പറഞ്ഞാൽ എന്റെ ഒരു 10 പൈസ ഇല്ല കേട്ടോ സുമിത്ര. എന്റെ സ്വർണ്ണം പണമൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പവിത്രത്തിന്റെ അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. അമ്മച്ചിയല്ലേ അമ്മച്ചിയുടെ കമ്മലും മാലയും വളയൊക്കെ അവിടെ ഇവിടെ ഊരി വെച്ചിട്ട് പോകുന്നത്. അതൊക്കെ ഇങ്ങനെ തുറന്ന് വലത്തി അങ്ങ് ഇട്ടേക്ക് എപ്പോഴും. മതി നിർത്ത്. നീ ഇതിന്റെ പേരും പറഞ്ഞിട്ട് വീട്ടിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കല്ലേ രണ്ടും കൂടെ. അമ്മച്ചിയുടെ ശബ്ദമല്ലേ കേട്ടത്? കള്ളനോ? ഞാനങ്ങോട്ട് പുറത്തോട്ട് വന്നപ്പോഴാവും അവന്റെ മറയിൽ കള്ളം നിൽക്കണം. അമ്മ എന്നാ ഈ പറയുന്നേ? അതേടാ പവിത്ര, അമ്മച്ചിക്ക് വെറുതെ തോന്നിയതാവും. ഒച്ച ബഹളമൊന്നും നമ്മൾ കേട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരാൾ ഓടിയ സൗണ്ട് കേൾക്കത്തില്ലേ? സത്യമാ ഞാൻ പറഞ്ഞത്. കൈ കിട്ടിയ കല്ല് വിളിച്ച് ഞാൻ ഇറങ്ങി.
മതിലിയാടി ഓടി കൊണ്ടോയില്ലെന്ന് എനിക്കറിയില്ല. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? കള്ളന്മാരുടെ കാര്യം ആലോചിച്ച് നടന്ന ഉള്ളിലെ പേടി കൊണ്ട് പറയുന്നതാ. അല്ലെങ്കിൽ തന്നെ ഒരു ഏറ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിലവിളിക്കത്തില്ലേ? അമ്മ ഈ ഏറ് കൊണ്ടുവന്നുള്ളത് ഉറപ്പാണോ? കൊണ്ടോന്ന് ചോദിച്ചാ കൊണ്ട് കാണും. കൊണ്ടു കാണുമെന്ന് ബെസ്റ്റ്. അയ്യോ, കൺമുമ്പിൽ ഒരു കള്ളം വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഒരു കല്ലെടുത്ത് എറിയാൻ പറ്റാത്ത എന്റെ അമ്മച്ചി കഷ്ടം തന്നെ. അന്താ നീ എറിഞ്ഞു കൊള്ളിക്കടി. ആ, ഞാൻ എറിഞ്ഞാ കൊള്ളും. ആ, നീ എറിഞ്ഞാലെങ്കിലും കൊള്ളും. എന്റെ അമ്മച്ചി അത് വിട, അതാണോ ഇവിടുത്തെ പ്രശ്നം? ഈ കള്ളനെ കണ്ടിട്ട് എന്തെങ്കിലും മുഖപരിചയം തോന്നിയോ അമ്മയ്ക്ക്? മുഖം കണ്ടില്ലടാ, ഒരു പുതപ്പിട്ട് മൂടിയിരിക്കുന്നു. പിന്നെ പുതപ്പിട്ട് മുഖം മൂടിയിട്ടല്ലേ കള്ളന്മാര് വരുന്നത്? പോ അമ്മച്ചി. നിങ്ങളൊന്ന് നിർത്തിക്കേ. ഇപ്പൊ അതാണോ പ്രശ്നം? അതാണോ? നിങ്ങളെ കൊണ്ട് തോറ്റു കേട്ടോ ഞാൻ. വീട്ടിലൊരു കള്ളം കയറി വല്ല സാധനം എടുത്തോണ്ട് പോയെന്ന് അറിയാൻ വേണ്ടി നിൽക്കാൻ നേരത്താ അവർ ഉന്നം പറഞ്ഞു കളിക്കുന്നത്. കയറി പൊടിയാത്തോട്ടെ അങ്ങനെ പോ. അമ്മയൊന്നേ, അമ്മ ഈ കള്ളനെ കണ്ടു എന്ന് പറഞ്ഞത് ശരിയാണോ? കണ്ട് പവിത്ര, എന്റെ 2 കണ്ണോണ്ട് കണ്ടതാണ് ഞാൻ. അമ്മച്ചി കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ അത് അമ്മച്ചിക്ക് തോന്നിയതാണോ? അമ്മച്ചി കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാ. ആണോ? ഒരു മിന്നായം പോലെ കണ്ടു എന്നാ അമ്മച്ചി പറയുന്നത്. ഏതായാലും കള്ളത്തരം പറയേണ്ട കാര്യം അമ്മച്ചിക്കില്ലല്ലോ. കേട്ടല്ലോ, നേരത്തെ നീ എന്താ പറഞ്ഞ? കള്ളന്മാര് പകല് കയറില്ലെന്നോ? കള്ളന്മാർക്ക് അങ്ങനെ പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും കയറാം. സുമിത്ര പറയുന്നത് അമ്മച്ചിയുടെ തോന്നലാണെന്നാ. ഏത് നേരം ഈ കള്ളൻ 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 എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ടേ ഇല ഏതാണ്ട് വീണപ്പെടുത്തേക്കും കള്ളനാണെന്ന് ഓർത്ത് പേടിച്ചതാണ് അവള് പറയുന്നത്. ഇന്നത്തെ വഴക്ക് അതിന്റെ പേരിലായിരുന്നു. കള്ളം കേറിയാലും കേറിയില്ലാലും കിടക്കപ്പുറത്ത് ഇല്ലാത്തത് എനിക്ക്. ഇവിടെ എങ്ങാനും ആ കള്ളൻ വന്ന് കയറട്ടെ, ആ കള്ളന്റെ വിധിയായിരിക്കും വന്ന്. അമ്മച്ചിയുടെ ഏറ് പോലത്തെ ഏറല്ല എന്റെ ഏറ്. ഒരൊറ്റ ഏറിൽ അവന്റെ കഥ ഞാൻ കഴിക്കും, നോക്കിക്കോ. ആലിസ് ഇങ്ങനെ വളവള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കള്ളം നിനക്ക് എറിയാൻ പാകത്തിന് വന്ന് നിന്ന് തരത്തൊന്നുമില്ല. അഥവാ വന്ന് നിന്ന് തന്നാലും നീ എറിഞ്ഞു കൊള്ളിക്കാൻ പോവില്ലേ? ഒന്ന് പോയേടി അവിടുന്ന്. അതെ, പവിത്രന്റെ അമ്മച്ചിക്ക് ഉന്നമില്ലാത്തത് ആരുടെ കുഴപ്പമാ? അവരുടെ കുഴപ്പം. നമ്മൾ ഒരു ഏറെറിഞ്ഞാൽ കൊള്ളണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിട്ടൊരു വലിയ മാവ് നിപ്പുണ്ടായിരുന്നു. സകലമാന ആമ്പിള്ളാരും ആ മാവിലോട്ട് കല്ല് ചടപടയെന്നെറിയും. ഒരൊറ്റ മാങ്ങ പോലും നിലത്ത് വീഴില്ല. പക്ഷെ ഈ ആലീസ് ഉണ്ടല്ലോ, ഒരു കല്ലെടുത്ത് ഒരൊറ്റ അങ്ങ് എറിഞ്ഞാൽ മതി, പടയെന്ന് പറഞ്ഞുകൊണ്ട് മാങ്ങ ഇങ്ങനെ വീഴും. പണ്ട് പഠിക്കാൻ വിട്ടപ്പോ മാങ്ങ എറിഞ്ഞല്ല നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അന്ന് പഠിച്ചിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ? പഠിച്ചിരുന്നെങ്കിലേ ഞാൻ വല്ല ഉദ്യോഗം കിട്ടി എവിടെയെങ്കിലും പോയി നല്ല സുഖമായിട്ട് നല്ല ആണുങ്ങളുടെ കൂടെ ജീവിച്ചേനെ. പഠിക്കാത്തതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചാന് വലിയൊരു ലോട്ടറി അടിച്ച് എന്നെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയില്ലേ. ഒരു ലോട്ടറി അല്ല, 1.5 ലോട്ടറി ആയത്. ഞാൻ പോയി ഫയൽ എടുത്തിട്ട് വരാം. എന്റെ ദൈവമേ, എത്ര ഞാൻ പറഞ്ഞ സത്യമാ. എന്റെ ഉന്നം എന്ന് പറഞ്ഞ ഒരു 1.5 ഉന്നമാണ്. ഞാനൊരു കാര്യം പറഞ്ഞ പവിത്രൻ ഇച്ചാനോട് പറയോ? ഇല്ല, പറയത്തില്ല. പറ. സത്യാണല്ലോ. ഇല്ലെന്ന് പറ. കൊന്നാലും പറയരുത്. എന്റെ ദൈവമേ, ഞാൻ പറയത്തില്ല, നിങ്ങൾ പറ. പവിത്ര, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് കള്ളന്മാരുടെ നല്ല ശല്യം ഇല്ലായിരുന്നു. അതെ അതെ അതെ. ഒരു ദിവസമേ ഞാൻ വീടിന്റെ ടെറസിൽ നിൽക്കുമായിരുന്നു. അപ്പോഴേ എന്താ? ആലീസ് പറഞ്ഞു സത്യമാണോ? പിന്നെ സത്യമല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കള്ളത്തരം പറയൂ? എന്നാൽ ഈ സത്യപാല സാർ എന്തിനായിരിക്കും ഇപ്പൊ അവിടെ പോയത്? എനിക്കറിയത്തില്ല. ഇത് സെക്രട്ടറിയുടെ കയ്യിൽ നേരിട്ട് കൊടുത്തേക്കണേ. ശരി, എന്നാ ഞാൻ കൊടുത്തേക്കാം. പിന്നെ സാറേ, വേറൊരു കാര്യം, ഈ ആലീസിനെ അങ്ങനെ ചെറുതാക്കി കാണരുത്.
ഒരു കള്ളനെ എറിഞ്ഞിടാൻ ആലീസ് തന്നെ ധാരാളമാ. എറിയുമ്പോൾ പക്ഷെ കൈ വിറയ്ക്കരുത്. ഇനിയിപ്പോ ആലീസിന്റെ ഉന്നം പരീക്ഷിക്കാൻ വേണ്ടി ഡോക്ടറിന്റെ ആലീസിന്റെ മുന്നിലൊന്നും പോയി നിൽക്കണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ ആലീസ് മാങ്ങ എറിഞ്ഞ് തള്ളിയിട്ട കഥ അവൻ വിശ്വസിച്ചാണ്. ഇത് തള്ളാണെന്ന് എനിക്കല്ലേ അറിയാം. നല്ല തള്ള. നല്ല തള്ളു തന്നെ. ഇച്ചായ, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കൊമ്പനാണെങ്കിലും വീഴും. തേങ്ങ? ആ തേങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഏറ് കൊണ്ടാ കൊണ്ടതാ. ആ അയ്യോ എന്റെ അമ്മ, ആലീസ് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. സത്യപാലൻ സാറിനിട്ട് എറിഞ്ഞു വീഴ്ത്തിയത് ആലീസ് ആണെന്നെങ്ങാനും സത്യപാലൻ സാർ അറിയണം. ഓ, പിന്നെ അവിടെ യുദ്ധം നടക്കും. പെണ്ണുങ്ങളായാലേ അങ്ങനെ വേണം. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ഒരു കള്ളനെ മുമ്പിൽ കണ്ടട്ടെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് കൊള്ളിക്കാൻ പോലും പറ്റാതെ ഒരെണ്ണം. പിന്നെ എനിക്ക് പണ്ട് ഇതല്ലാർന്ന പണി. ഓ. നിനക്ക് ഇതിനൊക്കെ നല്ല സാമർത്ഥ്യമാണല്ലോ. നീ അങ്ങനെ അറിഞ്ഞല്ലേ പാവത്തിന് വീഴ്ത്തിയത്. അയ്യോ പാവം, ഞാൻ എറിയുന്നിടത്ത് വന്ന് വീഴാൻ നോക്കി നിൽക്കുവായിരുന്നല്ലോ. ഒന്ന് മിണ്ടാതിരിക്കോ. അയ്യോ ജയരാമേട്ടനുണ്ടല്ലോ. അവനെന്തിനാ വിളിക്കുന്നു? എടുക്ക്. എന്താണോ എന്തോ ഈശ്വരാ. അവനാരെങ്കിലും കൈവച്ചിട്ടുണ്ടാവും. പോലീസ് കേസ് ആയി കാണും. ഉണ്ടായിസോലെ പണി. ഹലോ ജയരാമേട്ടാ, എന്താ ഇങ്ങോട്ട് വരുന്നാ? അയ്യോ എന്ത് പറ്റി? ആ പവിത്രേട്ടൻ ഇവിടെ ഉണ്ട്. ആ ജയരാമേട്ടൻ പോന്നോളൂ. ശരി. ജയരാമേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് താഴെ ജംഗ്ഷനിൽ നിന്നാ വിളിച്ചത്. അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പറയാനുണ്ടാ, തമ്മിത്തല്ല് കേസായിരിക്കുള്ളു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പോലീസിനെ പേടിച്ച് ഒളിച്ചു താമസിക്കാനെങ്ങാനും ഇങ്ങോട്ട് വന്നാണെങ്കിലുണ്ടാ കണ്ട ഗുണ്ടകൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. അങ്ങനെയൊന്നും അല്ല പവിത്രേട്ടാ. എന്തോ ആരുമായിട്ട് തല്ലുണ്ടാക്കിയിട്ട് തലയ്ക്ക് എന്തോ മുറിവുണ്ടായി, 4 സ്റ്റിച്ച് ഉണ്ടെന്ന്. അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ചോദിക്കാൻ വേണ്ടിട്ട് വരുന്നതാ. എന്റെ 10 പൈസ ഇല്ല. അവനോട് ആരും പറഞ്ഞ വല്ലവരുമായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. മനഃപൂർവ്വം അല്ലല്ലോ പവിത്രേട്ടാ. മനഃപൂർവ്വം അല്ല തല്ലുണ്ടാക്കാൻ പോണത്. പവിത്ര 10 പൈസ കൊടുക്കരുത്. നീ ഇപ്പൊ പൈസ കൊടുത്താ ഇനി അവൻ തല്ലുണ്ടാക്കും, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. അതിന് എന്റെ 10 പൈസ ഇല്ലല്ലോ. നിന്റെ പൈസ ഇല്ലേ? അതിനകത്ത് എടുത്താൽ കൊടുത്താൽ മതി. അതിന് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടൊന്നുമില്ല, അക്കൗണ്ടിലല്ലേ. നീ ഏതു നേരം ഇങ്ങനെ മൊബൈലിൽ കുത്തി പൈസ അയക്കൂല്ലോ, അതുപോലെ അങ്ങ് അയച്ചാൽ മതി. അതിന് ജയരാമേട്ടന് അക്കൗണ്ട് വേണ്ടേ? വലിയ ഗുണ്ടയാ, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് പോലും ഇല്ല. അയ്യോ എന്ത് പറ്റിയേട്ടാ ഇത്? ഒരുത്തൻ ലോൺ എടുത്ത് ബൈക്ക് എടുത്തിട്ട് മുങ്ങി കിടക്കായിരുന്നു. അവനെ പൊക്കാൻ പോയതാ. എന്നിട്ട് പൊങ്ങിയില്ലേ? എന്റെ അളിയ അവര് 4-5 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും. പിന്നെ പിടിച്ചുള്ള ഒന്നുള്ള ഒരുത്തം വെച്ച് താങ്ങി തന്നതാ. അല്ല, സുമിത്ര പറഞ്ഞായിരുന്നു നീ പൈസ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്കിത്ത എന്റെ തരാൻ വേണ്ടി 10 പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് മരുന്നൊക്കെ വാങ്ങിക്കട്ടെ. മരുന്ന് മേടിക്കാൻ കാശില്ലെങ്കിൽ തല്ലുകൊള്ളാൻ പോകാതിരിക്കണം. അതിന് അമ്മച്ചിയോട് ആരും കാശൊന്നും ചോദിച്ചില്ലല്ലോ. അമ്മച്ചി അഭിപ്രായം ഒന്നും പറയണ്ട. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറയുവാടി, നീ പോടി അവിടെ നിന്ന്. പവിത്ര, നീ കാശ് കൊടുക്കരുത്. കാശ് കൊടുത്താലേ വെള്ളത്തി വരച്ച വര പോലെ ആയിപ്പോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഈ തള്ളെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ തോറ്റ ഞാൻ അമ്മയോട്. എന്താ അളിയ പ്രശ്നം? എന്റെ അളിയ ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ ഈ പറമ്പിലാണ്ട് ഒരു കള്ളം കയറി. അമ്മ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. പക്ഷെ ഉന്നമില്ലാത്തതുകൊണ്ട് ആ പുള്ളിക്കോട് കൊണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം തൊട്ട് തുടങ്ങിയ 2 കൂടെ ഉന്നത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടെ കിടന്നുണ്ട് ബഹളം. ആര് പറഞ്ഞ ആളെ എന്റെ അമ്മയ്ക്ക് ഉന്നില്ലെന്ന്? മുടിഞ്ഞ ഉന്ന. ഒരു കരിങ്കല്ലെടുത്ത് ഉന്നം പിടിച്ചിട്ട് എറിഞ്ഞിട്ടുണ്ടോ 4 സ്റ്റിച്ചാ. ഞാൻ രാവിലെ ഇവളെ കണ്ട് കുറച്ച് പൈസ മേടിക്കാൻ വന്നതാ. അപ്പൊ നോക്കി ബാക്കിൽ ഈ തള്ള നിൽക്കുന്നത്. ഇവര് കാണാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്ന് പുറപ്പെടുത്തിയാ മൂടി. എന്റെ കഷ്ടകാലത്തിന് അവർ കണ്ട്. പിന്നെ ഞാൻ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങള്. പൈസ അളിയാൻ വരുന്നോടി. വേദന ഉണ്ടേട്ടാ? പിന്നെ കരിങ്കല്ലെടുത്ത് തലക്കെറിഞ്ഞ വേദന വരില്ലേ? മോളെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാരണവശാലും ആ തള്ളയെടുത്ത് തുടക്കാൻ നിൽക്കരുത്. അവരെന്തെങ്കിലും എടുത്ത് ചെറിഞ്ഞതാ എന്റെ മോള് താങ്ങൂല. അളിയാ മരുന്ന് മേടിക്കാൻ പൈസ അളിയാ.